വെൽക്കം ബാക്ക് ആൻഡ് ഗൈസ്. അപ്പം രാവിലെ വന്നിട്ടുണ്ട്. രാവിലെ അല്ല കേട്ടോ, ഉച്ചയായി. സമയം ഇപ്പോൾ 12:30 ആയി. രാവിലെ ഇറങ്ങിയാണ്, മഴ കാരണം ഇപ്പോഴേ പുറത്തോട്ട് ഇറങ്ങാൻ പറ്റുള്ളൂ. രാവിലെ വന്നേന്, പിന്നെ മഴ തോന്നുന്നു കേട്ടോ. അപ്പോൾ ഉടനെ പോയി നല്ല കോളുണ്ട്. അപ്പോൾ നമ്മൾ വണ്ടിയിലെ കാർബറേറ്റർ ക്ലീൻ ചെയ്യാൻ പോവുകയാണ്. ചെറിയ മിസ്സിങ് ഉണ്ട് കേട്ടോ. ഈ E20 പെട്രോൾ അടിച്ചതിന് ശേഷം ചെറിയൊരു പ്രശ്നമുണ്ട്. ചെറിയൊരു പുള്ളിങ്ങിൻ്റെ വിഷയം, ചെറിയൊരു മിസ്സിങ്ങും ഇടയ്ക്കിടയ്ക്കേ ഉള്ളൂ കേട്ടോ. അപ്പോൾ കാർബറേറ്റർ ഒന്ന് അഴിച്ച് നോക്കാമെന്ന് വിചാരിച്ചു. എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെന്നുണ്ടെങ്കിൽ ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ കാർബറേറ്റർ അഴിക്കാൻ പോവുകയാണ്. നമുക്ക് ഈ കാർബറേറ്ററിൻ്റെ അവിടുത്തെ സ്ക്രൂ അഴിക്കണം കേട്ടോ. ഈ ബോക്സ് അടിക്കാൻ പറ്റില്ല, കാരണം എൻ്റെ ഇതിൻ്റെ ഇതില്ല കേട്ടോ. 10-ൻ്റെ ടീസ്പാൻ ഉണ്ടെങ്കിൽ അഴിക്കാൻ പറ്റുള്ളൂ. 10-ൻ്റെ അത് എൻ്റെ ഇല്ല. അല്ലാതെ കാർബറേറ്റർ അഴിക്കാൻ പറ്റും. 10 അല്ല 8 മാറിപ്പോയി. ഈ ബോക്സ് അഴിച്ചാലേ കറക്റ്റ് എടുക്കാൻ പറ്റുള്ളൂ കേട്ടോ. ഇച്ചിരി പാടാണ്, പക്ഷേ ബോക്സ് അഴിക്കാൻ 10-ൻ്റെ ടീ ഇല്ല. നമ്മൾ ടീ ഉണ്ടായിരുന്നെങ്കിൽ അഴിക്കാൻ, ടീ സ്പാൻ ഉണ്ടെങ്കിൽ അഴിക്കാൻ പറ്റും. കാർബറേറ്റർ 2-3 ആഴ്ച കൂടുമ്പോഴത്തേക്ക് ഒന്ന് ക്ലീൻ ചെയ്യണം, നല്ലതായിരിക്കും കേട്ടോ. ഇപ്പോഴത്തെ പെട്രോളിൻ്റെ ഇത് വെച്ച് അല്ലേ കുഴപ്പമില്ലായിരുന്നു. ഇനി അപ്പുറത്തെ സ്ക്രൂ ഇളക്കാനുണ്ട്. അതിന് മുമ്പേ ആക്സിലേറ്റർ കേബിൾ ലൂസ് ചെയ്യണം കേട്ടോ. ലൂസ് ചെയ്തിട്ട്, അയ്യോ ലൂസ് ആവില്ലേ, ലൂസ് എവിടെ? ഗൈസ്, അപ്പോൾ ഇവിടെ ഒരു സ്ക്രൂ ഉണ്ട് കേട്ടോ. നാണ്ട ഈ ഇരിക്കുന്ന സ്ക്രൂ ഇല്ലേ, ഇതാ ഊരിയെടുക്കണം. എയർ വെൻറ്റിൻ്റെ അവിടുത്തെ സ്ക്രൂ ആണ്. ആ സ്ക്രൂ ഊരി എടുക്കട്ടെ. ഈ ബോക്സ് അഴിക്കാത്തതുകൊണ്ട് ഇത് പാടാണ് കേട്ടോ. ഞാൻ 10-ൻ്റെ ഇത് ടീസ്പാനറും ഇല്ല എൻ്റെ കയ്യിൽ. കാർബറേറ്റർ ഇടയ്ക്കിടയ്ക്ക് ചെക്ക് ചെയ്യണത് നല്ലത്. ഇപ്പോഴത്തെ ഈ പെട്രോളിൻ്റെ പ്രശ്നം ആയതുകൊണ്ട്. അല്ലേ കുഴപ്പമില്ലായിരുന്നു കേട്ടോ, അല്ലേ നോ വിഷയം. ഇവിടെയും കൂടെ ഒരു ഇത് അഴിക്കാണ്ട്. ഇവിടെ കാണാനില്ലേ? അയ്യോ ഗൈസ്, അപ്പോൾ അത് കാണാനില്ല കേട്ടോ, നോക്കട്ടെ. ഗൈസ്, അപ്പോൾ കാർബറേറ്റർ അഴിച്ച് എടുത്തിട്ടുണ്ട്. ഇതാണ് കാർബറേറ്റർ കേട്ടോ, വ്യക്തമായിട്ട് കാണിച്ചു തരാം. ഇതാണ് കാർബറേറ്റർ. നമ്മൾ BS3-ലെ കാർബറേറ്ററാണ് കേട്ടോ. ഇതിൽ വേറൊന്നുമില്ല, സാധാ കാർബറേറ്ററാണ്, നോർമൽ കാർബറേറ്ററാണ്. വേറെ മെക്കാനിക്കൽ അല്ലെന്നുണ്ടെങ്കിൽ സെൻസർ കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. BS6 ഒക്കെ ആണെന്നുണ്ടെങ്കിൽ സെൻസറാണെന്ന് തോന്നുന്നു. അപ്പോൾ ഇതാണ് കാർബറേറ്റർ. ഇതിൻ്റെ അടിഭാഗം ഊരി എടുത്തിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ മെയിൻ സാധനം കേട്ടോ. ചെറുതായിട്ട് കണ്ട ഒരു വെള്ള ഒരു പൊടി പോലെ ഇരിക്കുന്ന കണ്ട, അതാണ് പ്രശ്നം കേട്ടോ. ഈ ചെളി പോലെ ഇരിക്കുന്ന സാധനം, അതാണ് കുഴപ്പക്കാരൻ. അതിൻ്റെ അടിയിലിരിപ്പുണ്ട്, ഒരു മാവ് പോലെ ഇരിപ്പുണ്ട്. കുറച്ചേ ഉള്ളൂ കേട്ടോ. കാര്യം എന്ന് പറഞ്ഞാൽ ഇന്നാൾ ഒരു ദിവസം കുറച്ചാൾ മുമ്പ് മറ്റേ സ്റ്റാർട്ടിങ് ട്രബിൾ വന്നപ്പോൾ നമ്മൾ നോക്കിയതാണ്. അന്ന് കുറച്ചുകൂടെ ഉണ്ടായിരുന്നു. അന്ന് ക്ലീൻ ചെയ്താണ് പൂർണ്ണമായിട്ടും. പിന്നെയും വന്നു കേട്ടോ, ഒരു വെള്ള പൊടി പോലത്തെ സാധനം. കാണാൻ പറ്റുമെന്ന് പറഞ്ഞോളൂ, അതാണ്ട് എവിടെ ഇരിപ്പുണ്ട്. ഇത് പോണില്ല. കുറച്ച് പെട്രോൾ വീഴ്ത്തി നോക്കാം. പെട്രോൾ വീഴ്ത്തി ഒന്ന് കഴുകി നോക്കാം. ഗൈസ്, പെട്രോൾ വീഴ്ത്തിയിട്ടുണ്ട്. പറ്റും പോലെ കഴുകാം കേട്ടോ.
ഈ പെട്രോളിനാണ് വിഷയം ഇപ്പോൾ വന്നു. പുതിയ വണ്ടിക്കും രക്ഷയില്ല. അപ്പോൾ പിന്നെ പഴയ വണ്ടിയിലെ കാര്യം പിന്നെ പറയേണ്ട കാര്യമുണ്ടോ അവന്? എപ്പോൾ പോയെന്ന് ചോദിച്ചാൽ ഗൈസപ്പോൾ പെട്രോൾ കണ്ണി തെറിച്ച് കേട്ടോ. എൻ്റെ പൊന്നോ ഗൈസപ്പോൾ ഇതിൽ അഴുക്ക് കണ്ട, ഇത് കണ്ട ഒരു പാട പോലെ കിടക്കണണ്ട. അതാണ് പ്രശ്നം കേട്ടോ. ഒരു പാട പോലെ കട്ടി കിടക്കണണ്ട. അപ്പോൾ എങ്ങനെ വീട്ടിൽ കാണിച്ചു തരും? ഇപ്പോൾ ഒരുവിധം പോയി കേട്ടോ. ഈ സൈഡിൽ ഇരിക്കണൊക്കെ പോയിട്ടുണ്ട്. ഈ നടുക്ക് വരുമ്പോൾ പാട് പോലെ ഇരിക്കുന്നത് അത് പോകണില്ല. ഇപ്പോൾ ഒരു 7-ൻ്റെ സ്പാനർ എടുത്തിട്ട് ഇതിനെ ഊരണം കേട്ടോ. ഇതാണ് ഇവിടുത്തെ മെയിൻ സാധനം. ഇതിലാണ് കൂടുതലായിട്ട് പൊടി കയറി അടയണത്. ഒന്നൊന്നായിട്ട് ക്ലീൻ ചെയ്യാം. ഇതിനെ ഊരണം. ഇതിനെ ഊരിയിട്ട് ഇതിൽ വലിയ കുഴപ്പമില്ല കേട്ടോ. ചെറിയൊരു വെള്ള ഒരു പൊടിയുമില്ല. അതാണ്ട ഇത് കണ്ട ഒരു വെള്ള കളർ. അതാണെന്ന് തോന്നണം കേട്ടോ എഥനോളിൻ്റെ ആ ഒരു പ്രശ്നം. കണ്ടിന്യൂസ് ആയിട്ട് കയറി അടയും. ഇത് കുഴപ്പമില്ല കേട്ടോ. തിരിച്ച് ഫിക്സ് ചെയ്യാം. 7-ൻ്റെ സ്പാനാണ്. 7 കേട്ടോ. 7-ൻ്റെ സ്പാനറാണ്. മാറ്റി ടൈറ്റ് ചെയ്യണം. ഇതാണ് പ്രശ്നക്കാർ. ഈ ചെറുതുണ്ടല്ലേ ഇവിടെ, ഇതിനെ ഊരണം. കുറച്ച് പെട്രോള് വായിക്കാത്തായി ചേട്ടാ. ഈ ചെറുത് അടഞ്ഞാലും ഭയങ്കര വിഷയമാണ്. ഇതൊക്കെ വലിയ കുഴപ്പമില്ല കേട്ടോ. ഇന്നാൾ നമ്മൾ ക്ലീൻ ചെയ്തുകൊണ്ട് അന്ന് ഓട്ടിച്ചാണ് ക്ലീൻ ചെയ്തത്. വലിയ ഇതൊന്നുമല്ല, പെട്ടെന്ന് ടപ്പടപ്പനാണ് ക്ലീൻ ചെയ്തത്. ഓക്കെ ഗായ്സ്, അപ്പോൾ ഇത് കുഴപ്പമില്ല കേട്ടോ. ഇത് വിഷയമില്ല. ഹോളൊന്നും അടഞ്ഞിട്ടില്ല. അപ്പോൾ അത് തിരിച്ച് ടൈറ്റ് ചെയ്യാണ്. ഇതിനകത്ത് എല്ലാം ഒരുമാതിരി വെള്ള കളർ ഒരു പൊടി പോലെ ഇരിക്കുന്നത് കേട്ടോ. എന്തിനാണ് തോന്നുന്നു? എഥനോളായിരിക്കും കേട്ടോ. എഥനോളിൻ്റെ മിക്സിങ് ആയിരിക്കും അത്. ഒരു കറ പോലെ ഇരിക്കുന്നുണ്ട. വെള്ള കളർ പോയിട്ടുണ്ട്, ഒരു കറ പോലെ ഇരിപ്പുണ്ട് കേട്ടോ. ഗവൺമെൻറ് ഓരോ കാര്യങ്ങൾ ചെയ്യണേന് വിഷയങ്ങൾ. സാധാരണക്കാർക്ക് പെട്ടെന്ന് ഒരു പുതിയ വണ്ടി, പിന്നെ E20 പെട്രോള് ഉപയോഗിച്ച് ഓർണ വണ്ടി വാങ്ങിക്കാനൊന്നും പറ്റില്ല. അതിൻ്റെ കോമ്പാറ്റബിൾ ആയിട്ടുള്ള വണ്ടി പെട്ടെന്ന് വാങ്ങിക്കാൻ പറ്റണമെന്നില്ല. ഇപ്പോൾ എന്തായാലും കൊള്ളാം. വേറെ കുഴപ്പമൊന്നുമില്ലെന്ന് തോന്നുന്നു. ഇത് പുതിയ പൈപ്പാണ് കേട്ടോ. ഇതിൽ കിടന്ന പൈപ്പ് ചത്തുപോയി. ഈ പെട്രോളിൻ്റെ പ്രശ്നമായിരിക്കാം. ഹോള് വീണ് കേട്ടോ. ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഈ ഉറുമ്പ് ഹോൾ ഇടുമ്പോലെ ഇങ്ങനെ ഹോളുണ്ടായിരുന്നു. അങ്ങനെ പുതിയ പൈപ്പാണ്. ഇതൊക്കെ പഴയതാണ് കേട്ടോ. ഇത് എയറിൻ്റെയാണ്, അതുകൊണ്ട് ഇതിൽ പെട്രോൾ വരില്ല. എയർ വെൻറ്റിൻ്റെ പൈപ്പാണ്. തിരിച്ച് ഫിറ്റ് ചെയ്യാണ്. അപ്പോൾ ഇത് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. പെട്രോൾ ഒഴിച്ച് തന്നെ ക്ലീൻ ചെയ്ത് റെഡിയാക്കിയിട്ടുണ്ട്. ഗൈസ്, ഇപ്പോൾ നല്ല സമയമായി കേട്ടോ. ഇനി ചെന്നിട്ട് വേണം വല്ലതും കഴിക്കുക. മഴയായതുകൊണ്ട് വെളിയിറങ്ങാൻ പറ്റൂല, അതാണ് കുഴപ്പം. മഴ ആയതുകൊണ്ടേ വെളിയിറങ്ങാൻ പറ്റൂല, നനഞ്ഞ് കുളിക്കും. ഗൈസ്, അപ്പോൾ ഈ ഒരു കാർബറേറ്റർ തന്നെ 3000-3500 രൂപ വിലയുണ്ടെന്നാണ് അറിവ് കേട്ടോ.
ഇനി നിരന്തരം മാറേണ്ടി വരും ഈ പെട്രോൾ ഇങ്ങനെ പോകണമെങ്കിൽ. ചിലപ്പോൾ ക്ലീൻ ചെയ്ത് ഒരു പരിവാകും. അതൊക്കെ അങ്ങനെ ഇരിക്കുള്ളൂ കേട്ടോ. അത് നമ്മൾ വൃത്തിയാക്കിയാലും പിന്നെയും ചെളി കഴിച്ച് കയറും. അകത്ത് ക്ലീൻ ചെയ്താൽ മതി, പുറത്ത് വേണമെങ്കിൽ ക്ലീൻ ചെയ്യാം, പക്ഷേ പിന്നെയും ചെളി കഴിച്ച് കയറും. പിന്നെ ഇത് നല്ല സമയമെടുക്കും. ഇത് വൃത്തിയായിട്ട് വെളിയിൽ വൃത്തിയായിട്ട് കഴുകണമെന്നുണ്ടെങ്കിൽ നല്ല സമയമെടുക്കും. ഇടയിലൊക്കെ ചെറിയ ഇതൊക്കെ വെച്ച് തോണ്ടി കളയണം. ഏകദേശം അപ്പോൾ തിരിച്ച് ഫിറ്റ് ചെയ്യാം. ഇവിടെയാണ് ഫിറ്റ് ചെയ്യാനുള്ളത് കേട്ടോ. അയ്യയ്യോ ഈ ബോക്സ് ഇരിക്കുന്നതാണ് പ്രശ്നം. ഇതാണ് നമ്മൾ ആക്സിലേറ്ററിൻ്റെ അകത്ത് പോണ സാധനം, അതിൻ്റെ നീഡിൽ. പെട്രോൾ ഓഫ് ചെയ്യുന്നത്. ഇപ്പോൾ പെട്ടെന്ന് ഫിറ്റ് ചെയ്യാം, മഴ പറഞ്ഞു കേട്ടോ. ഇത് അവിടെ വയ്ക്കാനുള്ള ഒരു സംഭവമാണ്, ഒരു വാഷ പോലത്തെ സാധനം. അതപ്പുറത്ത് പരിപാടിയെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു മഴ പറഞ്ഞു കേട്ടോ. പെട്ടെന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. ഫിറ്റ് ചെയ്തിട്ടുണ്ട്, തിരിച്ച് എല്ലാം ഫിറ്റ് ചെയ്തിട്ടുണ്ട്, എല്ലാം ടൈറ്റ് ചെയ്ത് എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. പെട്രോൾ ഓണാണ്, സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. അത് ആദ്യം കുറച്ച് അടിക്കേണ്ടി വരും കേട്ടോ. കാര്യം എന്ന് പറഞ്ഞാൽ കാർബറേറ്ററിലെ പെട്രോൾ നമ്മൾ കളഞ്ഞില്ലേ. സോ ഫൈനലി സ്റ്റാർട്ടായിട്ടുണ്ട്. ഇത് ടൈമിങ് ചെയ്യാൻ ലൂസാണ് കേട്ടോ, അതിൻ്റെ സൗണ്ടാണ്. കാർബറേറ്ററിനകത്ത് കുറച്ച് പൊടി ഉണ്ടായിരുന്നു കേട്ടോ, വെള്ള കളർ പൊടി, പിന്നെ ഒരു പാട പോലെ ഒരുമാതിരി ഉണ്ടായിരുന്നു. വലിയ കുഴപ്പമൊന്നുമില്ല. ഇന്നാൾ ഒരു പ്രാവശ്യം ക്ലീൻ ചെയ്തു, അതുകൊണ്ട് വലിയ വിഷയമില്ല. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ക്ലീൻ ചെയ്യേണ്ടി വരും. ഗൈസ്, അപ്പോൾ സമയം ഇപ്പോൾ 1 മണി അങ്ങോട്ടായി കേട്ടോ, 1-2 അങ്ങോട്ടായി. 1:12 അപ്പോൾ നേരെ ചോറ് കഴിക്കാൻ വേണ്ടി പോവേണ്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ ബൈ.